മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുള്ള കേസുകളിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ 2016 നൽകിയ പരാതിയിൽ 124 ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ വയനാട്ടിലെ കേസിന്റെ കാര്യത്തിൽ മാത്രമാണ് കുറ്റപത്രം തയ്യാറായിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്ററായ കെ മഹേശൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാട്ടി വി.എം. സുധീരൻ സർക്കാരിന് നൽകിയ കത്തും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും വെള്ളാപ്പള്ളി നടേശന് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതമുണ്ടാകുന്നത്. സ്ത്രീകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 3% പലിശയ്ക്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ നൽകുന്ന പണം 12% പലിശ ഈടാക്കി മറ്റാവശ്യങ്ങൾക്ക് നൽകിയെന്നായിരുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പു കേസിന്റെ അടിസ്ഥാനം. അന്വേഷണം കാര്യമായി മുന്നോട്ടു പോകാൻ പിണറായി സർക്കാരിന്റെ കാലത്ത് തയ്യാറായിരുന്നില്ല. ഇതോടെ അന്വേഷണത്തിന്റെ മേൽനോട്ടം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായി. 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയ ശേഷമായിരുന്നു മഹേശൻ ആത്മഹത്യ ചെയ്തത്. മഹേശന്റെ മരണത്തിൽ മഹേഷിന്റെ ഭാര്യ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വി.എം. സുധീരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തു നൽകിയത്. വെള്ളാപ്പള്ളിയിൽ നിന്ന് അനുഭവിച്ച മാനസിക പീഡനങ്ങളും മൈക്രോ ഫിനാൻസ് ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം മുഴുവൻ തന്റെ തലയിൽ കെട്ടിവെക്കുമെന്ന ഭീഷണിയും SNDP യോഗത്തിലും ട്രസ്റ്റിലും നടന്നുവരുന്ന സാമ്പത്തിക ക്രമക്കേടുകളും മഹേശന്റെ മേലിൽ ചുമത്തുമെന്നുള്ള വെള്ളാപ്പള്ളിയുടെ ഭീഷണിയായിരുന്നു മഹേശന്റെ മരണത്തിന് കാരണമെന്നാണ് മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടരന്വേഷണത്തിന്റെ രീതിയും മുഖ്യമന്ത്രിയുടെ നിലപാടും നിർണായകമാകും. പരാതിക്കാരൻ വി.എസ്. അച്യുതാനന്ദനായിരുന്നു എന്നതിനാൽ CPM-നും ഇതിൽ വിമർശനമുയർത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതേസമയം മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം നടക്കട്ടെയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത്. ഈ കേസിൽ മുൻ സർക്കാരിൽ നിന്ന് താൻ സഹായം തേടിയിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. കേസിൽ നിന്ന് ഊരാൻ ആരും തന്നെ സഹായിച്ചിട്ടില്ല, ആരുടെയും കാലു പിടിക്കാനും പോയിട്ടില്ല. പിണറായിയുടെ ഓഫീസിലെ ചിലർ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അവരുടെ പേര് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. പിണറായിയെ കണ്ട് അന്ന് കേസ് വേഗം തീർക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പിണറായി അത് ചെയ്തേനെയെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഈ കേസിൽ താൻ നിഷ്കളങ്കനാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ ഇങ്ങനെ പിന്തുണച്ചത് ഈ കേസ് ഭയന്നിട്ടാണെന്നാണ് ജനങ്ങളും ആരോപിക്കുന്നത്.